വെയിലത്ത് ഉണക്കാനിട്ട മുളക് ചിക്കിയിടുവാണ് അച്ചമ്മ. സിദ്ധു ഒരു ബുക്കും പിടിച്ച് ഉമ്മറത്ത് തന്നെ ഉണ്ട്. ഇതെന്തെഴുത്താടാ മക്കളെ? ഈ ആധാരം എഴുത്ത് കഴിഞ്ഞ് പഠിക്കാൻ സമയം കിട്ടുമോ? ജിത്തുവിൻ്റെ നോട്ടാണ്, ഇന്ന് രാവിലെ തന്നതാ. അച്ഛൻ വരുമ്പോൾ തിരികെ കൊണ്ടു കൊടുക്കണം. അവനും പഠിക്കാനുള്ളതല്ലേ. ഒരു നല്ല ഫോൺ ഉണ്ടായിരുന്നേൽ ഇങ്ങനെ നോട്ട് എഴുതി കഷ്ടപ്പെടണ്ടായിരുന്നു. ചേച്ചിയോട് പറയണം. എന്ത്? ഒന്നും വേണ്ട. ആ പാവം കൊച്ച് നിനക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോട്ടെ. അച്ചമ്മ ദേഷ്യപ്പെട്ടു. അവൻ തലകുലുക്കി. ഗേറ്റ് കടന്നു വരുന്ന രാജനെ കണ്ട് അച്ചമ്മയുടെ നെഞ്ചിടിപ്പ് കൂടി. സിദ്ധു കയ്യിലിരുന്ന ബുക്ക് ഉമ്മറത്തെ കൈവരിയിൽ വെച്ച് അച്ചമ്മയ്ക്ക് അടുത്തേക്ക് വന്നു. മാധവൻ രാവിലെ പോയോ? അയാൾ ഗൗരവത്തിലാണ് ചോദിച്ചത്. പോയി രാജ. വീടിൻ്റെ കാര്യം എന്തായി? 1 മാസം പെട്ടെന്നങ്ങ് പോകും. രാജ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിനക്ക് നന്നായി അറിയാം. എന്നിട്ടും അയാൾ പെട്ടെന്ന് കൈ ഉയർത്തി തടഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. 10 ലക്ഷം രൂപ ഈ വീടിനും പുരയിടത്തിനും കിട്ടുന്നത് തന്നെ കൂടുതലാ. വീട് അവർ പൊളിച്ചു കളയും. അച്ചമ്മയുടെ നെഞ്ചൊന്നാളി. ദൈവമേ, 7-8 കൊല്ലം ജീവിച്ച വീടാണ്. അത് പൊളിക്കാന്ന് വെച്ചാൽ? എന്തോ പറയാനായി വന്ന അച്ചമ്മയുടെ കയ്യിൽ സിദ്ധു അമർത്തി പിടിച്ചു. രാജൻ വീടിന് പുറകുവശത്തേക്ക് നടന്നു. വേണ്ട അച്ചമ്മേ, അയാൾക്കിപ്പോൾ മനസാക്ഷിയില്ല. 10 ലക്ഷം രൂപ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോയി. നമ്മളിനി കരഞ്ഞ് കാല് പിടിച്ചാലൊന്നും ഒരു രക്ഷയില്ല. മാറിക്കൊടുക്കാം, അത്ര തന്നെ. എൻ്റെ കുഞ്ഞെ, ഒരു വീട് വാടകയ്ക്ക് കിട്ടുന്നത് എളുപ്പമല്ല. അച്ഛൻ ഇന്നലെ പറഞ്ഞത് നീ കേട്ടതല്ലേ? 10,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പിന്നെ 3,000 രൂപയിൽ കുറഞ്ഞ വീടൊന്നുമില്ല. എൻ്റെ അച്ഛമ്മേ, ചേച്ചി അയച്ചു തന്ന കാശ് ബാങ്കിൽ കിടക്കുവല്ലേ, അതെടുക്കാം. നിന്റെ ചികിത്സയ്ക്ക് വേണ്ടി മോൾ അയച്ചു തന്നതാ. അതെടുക്കാന്ന് വെച്ചാൽ അടുത്ത മാസം ചേച്ചിക്ക് ശമ്പളം കിട്ടുമല്ലോ. ഇപ്പോഴത്തെ കാര്യം ആദ്യം നടക്കട്ടെ. അവൻ പടികേട്ട് പതിയെ കയറി. പിന്നെ തിരിഞ്ഞു നിന്നു. സർജറി നടത്തിയില്ലേലും പ്രശ്നമൊന്നുമില്ല. കടത്തിണ്ണയിൽ കിടന്ന് മരിക്കാൻ എനിക്ക് വയ്യ. ഒരു 18 വയസ്സ് തികഞ്ഞ ചെറുപ്പക്കാരൻ്റെ വേദനയാണത്. അച്ചമ്മ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഒന്ന് ഫ്രഷായി ഇറങ്ങുമ്പോൾ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് അഫി ഉറങ്ങിയിരുന്നു. തലയും തുവർത്തിക്കൊണ്ട് കുറച്ചു നേരം അവനെ നോക്കി നിന്നു. ഈ സാറിന് ഇങ്ങനെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ശബ്ദമുണ്ടാക്കാതെ നടന്ന് അരികിലേക്ക് ചെന്നു. പ്രണയമാണോന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരുപാട് തവണ എന്നെ ആ കാലിന് മുന്നിൽ നിന്നും രക്ഷിച്ച ഈ ആളോട് ഒരു ഇഷ്ടമുണ്ട്. ഈ ചങ്കൂറ്റം, തലയെടുപ്പോടെയുള്ള നടത്തം, എല്ലാറ്റിനോടും ഒരാരാധന. പതിയെ അവൻ്റെ ചുവന്ന് തൊടുത്ത കവിളിൽ വിരൽ വെച്ചു. ഡ്രിം ചെയ്ത താടിയിലൂടെ വിരൽ ചലിക്കുമ്പോൾ അവൾക്ക് ചിരി വന്നു. സീത, അവൻ വിളിച്ചതും ലക്ഷ്മി പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിച്ചു. ഹോ, പേടിച്ചു. ഉറക്കത്തിലായിരുന്നോ? ഉച്ചത്തിൽ മിടിക്കുന്ന നെഞ്ചിൽ കൈവച്ചു. ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടു. കഴുത്തിൽ കിടക്കുന്ന മഞ്ഞ ചരട്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇരു കൈയും വെച്ചും അതിനെ ഉയർത്തി പിടിച്ചു. ശിക്ഷയാണോ രക്ഷയാണോ എന്നറിയില്ലല്ലോ ഈശ്വര. സാറിൻ്റെ മമ്മ. അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ ഞാൻ എന്തു ചെയ്യും? കരുണമാമ പറഞ്ഞതാ, മമ്മ എന്നാൽ അഭിമന്യുവിന് ജീവനാണെന്ന്. അങ്ങനെയുള്ള മകൻ ഇന്ന് അവർക്ക് നേരെ കയർത്ത് സംസാരിച്ചു. അതും എനിക്ക് വേണ്ടി. മാഡത്തിന് എന്നോട് പക കൂടും. അവൾ തലമുടി ചെറുതായി പിന്നിയിട്ടു. താഴേക്ക് പോയി നോക്കാം. അവരുടെ പ്രതികരണം എന്താവുമെന്നറിയാലോ. എപ്പോഴും ഈ റൂമിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? സാറ് കൂടെ തന്നെ കാണാറുമില്ല. സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ ആരും തന്നെ ഇല്ല. TV ഓണാണ്. ടേബിളിൽ ഒരു ബൗളും അതിൽ കുറച്ച് നട്ട്സും ഉണ്ട്. ആരോ TVക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. വർമ്മ സാർ ആയിരിക്കുമോ? അവളുടെ കണ്ണുകൾ ഹാളിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓടി നടന്നു. ഹാ, വന്നോ? എത്ര മണിക്കൂറായി ആ റൂമിൽ കയറിയിട്ട്? ഇപ്പോഴാവും പുറത്തേക്ക് ഇറങ്ങാൻ അവൻ്റെ സമ്മതം കിട്ടിയത് അല്ലേ? അർത്ഥം വെച്ചുള്ള ആ സ്ത്രീയുടെ സംസാരം ലക്ഷ്മിക്ക് അവരോട് പുച്ഛം തോന്നിപ്പോയി. അവൻ്റെ കയ്യിൽ നിന്നും കാശ് ഊറ്റാൻ എളുപ്പമാ. നടക്കട്ടെ. കൂടിപ്പോയാൽ ഒരാഴ്ച. അതിൽ കൂടുതൽ ഭ്രമമൊന്നും അഫിക്ക് നിന്നോട് തോന്നില്ല. ഇന്ദുജയുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് കിച്ചണിൽ നിന്ന സെർവൻസ് എല്ലാം തല പുറത്തേക്കിട്ട് എത്തി വലിഞ്ഞു നോക്കി. ലക്ഷ്മി തല താഴ്ത്തി നിന്നു. ഇന്ദുജ അവൾക്കു ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. എന്നാലും എൻ്റെ സംശയം തീരുന്നതേയില്ല.
ഇതിലും നല്ലത് US-ൽ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവരെ ഒന്നും വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കൂടിയില്ല. ഒരു ചേലും പടുതിയില്ലാത്ത ഈ കോലത്തിനെ താലി കെട്ടി ഭാര്യയാണെന്ന് തല ഉയർത്തിപ്പിടിച്ച് പറയാൻ മാത്രം നീ എന്ത് കാണിച്ചാടി അവനെ വശീകരിച്ചത്? ലക്ഷ്മി അറപ്പോടെ കണ്ണുകൾ ഉയർത്തി. ഛേ, വിവരമില്ലാത്ത സ്ത്രീ. ഇവർ വളർത്തിയ മകൻ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൾ തിരിഞ്ഞ് സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയതും ഇന്ദുജ ലക്ഷ്മിക്ക് മുന്നിൽ നിന്നു. ഇതിനോടകം നിന്റെ വീട്ടിലേക്ക് എത്ര കൊടുത്തു? അവനൊന്നിനും കണക്കില്ല. ആരേലും സങ്കടം പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന വില കൂടിയതെന്തും ഊരിക്കൊടുക്കും. വർമ്മയുടെ നശിച്ച സ്വഭാവം കിട്ടിയിട്ടുണ്ട്. ഇന്ദുജ, വർമ്മ വിളിച്ചു. അവർ അവളെ തീ പാറും പോലെ കത്തുന്ന കണ്ണോടെ നോക്കി ദഹിപ്പിച്ചു. കാറ്റുപോലെ വർമ്മയ്ക്ക് അടുത്തേക്ക് ചെന്നു. മകന് പിന്നാലെ സിന്ദൂരവും കൊണ്ട് നടക്കാൻ താൻ ആരാടോ? അവർ ഉറക്കെ ചോദിച്ചതും ലക്ഷ്മി സ്റ്റെയർ കമ്പിയിൽ മുറുകെ പിടിച്ച് സ്തംഭിച്ച് നിന്നുപോയി. ഞാൻ അവൻ്റെ അച്ഛൻ. നീ വളർത്തിയതിലെ പോരായ്മയാണ് എൻ്റെ മകൻ്റെ വഴിവിട്ട ബന്ധം. അതിന് കൂട്ടുപിടിക്കാൻ പോയതല്ല. അഭിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് താലി കെട്ടി. പിന്നെ ഞാൻ എന്തു ചെയ്യാൻ? അവനെ അത്രയും പേരുടെ മുന്നിലിട്ട് അടിക്കണമായിരുന്നോ? ഹാ, ചെയ്യണം, ഇന്ദുജ പറഞ്ഞു. ഓ, കൊടുക്കേണ്ട സമയത്ത് നീ അത് ചെയ്തില്ല. പ്രോത്സാഹിപ്പിച്ചു. ഇന്നിപ്പോൾ എൻ്റെ മോൻ്റെ ഇഷ്ടത്തിന് എതിര് നിന്ന് വീണ്ടും അവൻ എന്നെ ശത്രുവായി കാണണം. നിനക്ക് തൃപ്തിയാവും അല്ലേടി? ലക്ഷ്മി രണ്ടുപേരെയും മാറി മാറി നോക്കി. മോള് കയറിപ്പോക്കോ, ഇവിടെ ഇത് പതിവാ. കോടീശ്വരന്മാരാണേലും വീട്ടിലുള്ള പെണ്ണുങ്ങൾ കാരണം മനസ്സുഖമില്ല. ലക്ഷ്മി പോയി. അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചു പോവാ. അഫി എന്നെ സ്നേഹിക്കുന്നതിൽ നിനക്കെന്താ ഇഷ്ടക്കേട്? അവൻ നിന്റെ മാത്രമല്ല, എൻ്റെ കൂടി ചോരയാ. ഇന്ദുജ വീറോടെ തിരിഞ്ഞു നടന്നു. പിന്നെ അവനിൽ കൂടുതൽ അവകാശമുള്ളവളാണ് ദേ ഇപ്പോൾ കയറിപ്പോയത്. നമ്മൾ അച്ഛനും അമ്മയും മാത്രം. ആ പെങ്കൊച്ചിനെ വേദനിപ്പിച്ചാൽ ഇപ്പം കിട്ടുന്ന സ്ഥാനവും അവനങ്ങ് തിരിച്ചെടുക്കും. അതാണ് അഭിമന്യുവിന് സീതാലക്ഷ്മിയോടുള്ള ഇഷ്ടം. മറക്കാതിരുന്നാൽ ഇന്ദുജയ്ക്ക് നല്ലത്. അയ്യോ, വല്ലാത്ത ജന്മം തന്നെ. സ്വന്തം ഭർത്താവിനെ എടോന്ന്. ഇതിനെയൊക്കെ അവൾ കലിയോടെ റൂം അടച്ചു. ടേബിളിലിരുന്ന തൻ്റെ ഫോൺ എടുത്തു. സിദ്ധൂട്ടനെ വിളിച്ചാലോ? സാറ് ഇരുന്നത് കൊണ്ടാ വീട്ടുകാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയാഞ്ഞത്. വൈറ്റ് കർട്ടൻ കണ്ണിലുടക്കുമ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. കർട്ടൻ ഇരു സൈഡിലേക്ക് മാറ്റി. ഓ, ബാൽക്കണിയിലേക്കുള്ള ഡോറാണോ? ഗ്ലാസ് ഡോറാണ്. അതിൽ പീലി നിവർത്തി നിൽക്കുന്ന മയിലിൻ്റെ ചിത്രം. ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി. മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ ഗാർഡനാണ്. അതിനടുത്തായി ഒരു സിംഹമുണ്ട്. ഗേറ്റ് മുതൽ ബാക്കി എല്ലായിടത്തും ഇൻ്റർലോക്കാണ്. ഇത്രയും ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ വെറും പുൽനാമ്പായി പോവുകയാണല്ലോ ഈശ്വര. ഫോൺ എടുത്ത് സിദ്ധുവിനെ വിളിച്ചു. അച്ഛമ്മേ, ചേച്ചി വിളിക്കുക. ആ, എടുത്ത് സംസാരിക്കുക. പിന്നെ രാജൻ വന്നതും പറഞ്ഞതും ഒന്നും മോൾ അറിയരുത്. അതിന് സമാധാനം കിട്ടില്ല. ജോലിയും വീട്ടിലെ വിഷമങ്ങളും ഓർത്ത് തീറ്റിയും ഉറക്കം ഒന്നും കാണില്ല. പറയില്ല, പക്ഷെ ചേച്ചി അറിയുമ്പോൾ പൂരമായിരിക്കും. സോറി സിദ്ധൂട്ടാ, ചേച്ചി സാറിൻ്റെ മുന്നിലായിരുന്നു, അതാ ഒന്നും ചോദിക്കാഞ്ഞേ. ആണോ? ആ രാവണൻ ഇപ്പം എവിടെ പോയി? ലക്ഷ്മി ചുണ്ട് കടിച്ചു പിടിച്ച് തലയെത്തിച്ച് അകത്തേക്ക് നോക്കി. സാറ് പുറത്തേക്ക് പോയി മോനെ. ഇപ്പോഴും വഴക്കു പറഞ്ഞ് വേദനിപ്പിക്കാറുണ്ടോ ചേച്ചി? അവൾ കീഴ്ചുണ്ടിൽ വിരൽ വെച്ചു. ഊതി വീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു നീറ്റലുണ്ട്. ഇല്ല, വേദനിപ്പിക്കില്ല. ചുമ്മാതാ. എൻ്റെ ചേച്ചി കള്ളം പറയാൻ പഠിച്ചു അല്ലേ? എന്തായാലും ഒരു ദിവസം ഞാൻ ആ രാവണനെ നേരിൽ കാണട്ടെ. നല്ലത് പറയാനുണ്ട്. ആ ബിസിനസ്സുകാരന് നമ്മുടെ മാതൃഭാഷ പറഞ്ഞു കൊടുക്കണം. ഓഫീസ് ടൈം കഴിഞ്ഞോ ചേച്ചി? ഇല്ല സിദ്ധൂട്ടാ, 5 മണി ആയില്ലല്ലോ. ഇടുപ്പിൽ ഒരു കൈ വലയം തീർത്തു. ലക്ഷ്മിക്ക് ഞെട്ടലൊന്നും ഉണ്ടായില്ല. തോളിൽ താടിയൂന്ന് ചിരിക്കുന്നവനെ നോക്കി നിന്നുപോയി. സിദ്ധു ചേച്ചി ചേച്ചിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. സീതയുടെ സിദ്ധൂട്ടൻ അലറി വിളിക്കുക. പതിയെ പറഞ്ഞ് അവളുടെ ചെവിയോട് ചേർന്നിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി. സാർ വേണ്ട, ഞാൻ സംസാരിക്കില്ല. പക്ഷേ ആ വോയിസ് കേൾക്കാൻ ഒരു മോഹം. അഫി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചേച്ചി ഇനി എന്നാ വരിക? കാണാൻ കൊതിയാവുക. വരുമ്പോഴേ എനിക്ക് ലഡുവും ജിലേബിയും വേണം. ഈ അച്ഛനൊന്നും വാങ്ങിത്തരില്ല.
ഗുളിക കഴിക്കുമല്ലേ, ബേക്കറി പലഹാരങ്ങൾ കഴിക്കരുതെന്ന്. പെട്ടെന്ന് ലക്ഷ്മി ആ ഫോൺ തട്ടിയെടുത്തു. സീത, അഫി ഗൗരവത്തിൽ വിളിച്ചു. വോയിസ് കേട്ടില്ലേ? അത് മതി. സിദ്ധൂട്ട, റേഞ്ച് കട്ടായതുകൊണ്ട് ഒന്നും കേട്ടില്ല. എന്താ മോൻ പറഞ്ഞേ? അത് മോന് ലഡുവും ജിലേബിയും വേണമെന്ന് അഫിയാണ് പറഞ്ഞത്. സാരിക്കിടയിലൂടെ അവൻ്റെ കൈവിരൽ ചലിച്ചു. ഹാ ചേച്ചി, അടുത്ത മാസം വരുമ്പോൾ വാങ്ങി വരാൻ കേട്ടോ. ശരി, വയ്ക്കുക. അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. സാർ പ്ലീസ്. അവൾ അവൻ്റെ കയ്യിൽ തടസ്സം പോലെ പിടിച്ചു. തൊട്ടതേയുള്ളൂ. നൈറ്റ് എനിക്ക് കാണണം. കുളിച്ചോ ലക്ഷ്മി? അവളൊന്ന് മൂളി. എന്തേ സീത എന്നെ വിളിക്കാഞ്ഞേ? എന്തിന്? അത് ആ എണ്ണയില്ലേ, നിന്റെ ബാഗിൽ ഞാൻ കണ്ടു. തലയിൽ മാത്രമാണോ എന്ന് കാണാൻ. ദേ സാറേ, എൻ്റെ സ്വഭാവം മാറും കേട്ടോ. ഈ സ്വഭാവം മാറ്റണം സീത. ഇത്തിരി റൊമാൻറ്റിക് ആവണം. ദേ എന്നെപ്പോലെ. എനിക്ക് മനസ്സില്ല. സാറ് പോയി എന്തേലും പണി നോക്ക്. അവൻ അവളുടെ നനവാർന്ന ചെവിയിൽ ചുംബിച്ചതും ലക്ഷ്മി തല ചരിച്ചു. അവളെന്ന് കുറുകി. മനസ്സിപ്പ വരും. അഭിമന്യുവിൻ്റെ തലോടലിനായി ആഗ്രഹിക്കുന്നുണ്ട് സീതാലക്ഷ്മിയുടെ ഉടൽ. അവൾ പരവേശത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ലക്ഷ്മിയെ ചുവരോട് ചേർത്ത് നിർത്തി. സത്യമല്ലേ? നിന്റെ ഹൃദയം എന്നോട് പറഞ്ഞതാ. സത്യമല്ല. വീറോടെ അവൾ പറഞ്ഞതും അവൻ്റെ മുഖം താഴ്ന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ? വേണ്ട സാർ. വേണമല്ലോ. നീയാണോ ഞാനാണോ കള്ളം പറയുന്നതെന്ന് അറിയണം. ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പിലേക്ക് അവൻ്റെ മുഖം ചേർന്നു. അവൾ പെരുവിരലിൽ ഒന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. ചുണ്ടുകൾ അവിടെ അവൻ അമർത്തി വെച്ചു. അഫി അവൻ്റെ ഇടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ ശബ്ദവും ഉയർന്നു. നമുക്ക് പോകാം സീത. മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നവനോട് എന്തു പറയും എന്നറിയാൻ വയ്യ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സാർ ഞാൻ വരാം. പക്ഷേ ആഗ്രഹവും മോഹവും തീർന്നാൽ എന്നെ വിടുവോ? അവൻ തല ചരിച്ച് ആലോചനയോടെ നിന്നു. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല സാറിൻ്റെ മമ്മ. എനിക്ക് പേടിയാവുക. ഈ വീറും വാശിയും രക്ഷ നേടാനുള്ള മുഖംമൂടി മാത്രമാണ്. എന്നെ വിട്ടേക്ക്. ഈ അമ്മയ്ക്കും മകനും ഇടയിൽ കിടന്ന് നരകിക്കാൻ എനിക്ക് വയ്യ. അഫി അവളെ വാരിയെടുത്തു. വിടാം. നാളെ നേരം പുലരുന്നത് വരെ നിനക്ക് സമ്മതാണോ? ഈ കാര്യത്തിൽ എനിക്കിതിരി ആവേശം കൂടുതലാ. ലക്ഷ്മി തല കുലുക്കി. എന്നാ രാവിലെ ഞാൻ വീട്ടിലാക്കി തരാം. അവൻ്റെ ആ നേരത്തെ മുഖഭാവം അവൾക്ക് പേടി തോന്നി. ബെഡിൽ അടുത്തായി കിടക്കുന്നവനെ നോക്കിയതേയില്ല. ഷർട്ടൂരി നിലത്തേക്ക് വലിച്ചെറിഞ്ഞതും അവൾക്ക് ശ്വാസം നിലച്ചു പോകും പോലെ ഒരു തോന്നലുണ്ടായി. ബാ സീത. വലത് കൈ വിടർത്തി പിടിച്ച് കിടക്കുന്നവനെ ഒരു പ്രാവശ്യമേ നോക്കിയുള്ളൂ. നീ സമ്മതം പറഞ്ഞതാ. അവൾ അവൻ്റെ അരികിലേക്ക് നീങ്ങിക്കിടന്നു. അഭിമന്യുവിൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി. ഐ നീഡ് എ ഹഗ്, അവൻ പറഞ്ഞു. വിറയാർന്ന കൈകൾ കൊണ്ട് അഫിയെ ചുറ്റിപ്പിടിച്ചു. താങ്ക്സ്. നെറ്റിയിൽ ഒരു മുത്തം. അവളുടെ മുഖമാകെ ചുവപ്പ് വന്ന് മൂടി. കവിൾത്തടത്തിലും മൂക്കിലും കൺപോളയിലും കൊതിയോടെ ചുംബിക്കുമ്പോൾ അവളും ആ നിമിഷം ആസ്വദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സാർ. വീങ്ങി ചുവന്നുപോയ ചുണ്ടിൽ അവൻ വിരൽ വെച്ചതും ലക്ഷ്മി കണ്ണുകൾ വലിച്ചു തുറന്നു. നിന്റെ ആരാ ഞാൻ? ഈ താലിക്ക് അവകാശിയല്ലേ? അഭിമന്യു സീതയുടെ എല്ലാം ആണ്. ഈ സാർ വിളി കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു. പ്ലീസ്. അവളെ പൊതിഞ്ഞ് പിടിച്ച് കിടന്നു. ഞാൻ നിന്നെ പേടിപ്പിച്ചതാ. സീതാലക്ഷ്മിയെ ഇങ്ങനെ അടിമയാക്കാനാ എനിക്കിഷ്ടം. സീതയ്ക്ക് മോഹം തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. അതുവരെ ഞാൻ ഇങ്ങനെ ആയിരിക്കും. ലക്ഷ്മി അവൻ്റെ നെഞ്ചിൽ താടിയൂന്നി ആ മുഖത്തേക്ക് നോക്കി. അഫി ചുണ്ട് കൂർപ്പിച്ചു. ഫസ്റ്റ് നൈറ്റ് ഒന്നുമില്ല. സീതയുടെ നെഞ്ചിലെത്തി ആദ്യം കെട്ടടങ്ങട്ടെ. ലക്ഷ്മി സന്തോഷത്തിൽ മൂളി. സാറിൻ്റെ മമ്മ പിണങ്ങിയില്ലേ ഞാൻ കാരണം? ഒന്ന് പോയി മിണ്ടോ? എൻ്റെ സീത പെണ്ണ്, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. മമ്മയെ അഫി മെരുക്കിയെടുക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സിദ്ധു എന്തോ ടാബ്ലറ്റിൻ്റെ കാര്യം പറഞ്ഞു. അവനെന്താ അസുഖം? അത് അലർജി ഉണ്ട്. അതാവും പറഞ്ഞത്. അഫി ഒന്ന് അമർത്തി മൂളി. വേണ്ട, സാറിനോട് പറഞ്ഞാൽ ചിലപ്പോൾ കാശി തന്ന് സഹായിക്കും. നേരത്തെ ഇന്ദുജ മാഡം പറഞ്ഞതുപോലെ കാശിന് വേണ്ടി വേഷം കെട്ടി വന്നതുപോലെ ആയിപ്പോകും. എന്തായാലും ജോലി ഉണ്ടല്ലോ. 1 വർഷം കൊണ്ട് സർജറിക്കുള്ള കാശ് റെഡിയാകും. ആരുടെയും സഹായം വേണ്ട. നിത്യ ഓഫീസിൽ നിന്നിറങ്ങി. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇനി ഫുഡൊന്നും വയ്ക്കാൻ വയ്യ.
അവൾ ഒരു ഷോപ്പിൽ കയറി ഒരു പാക്കറ്റ് നൂഡിൽസും മുട്ടയും വാങ്ങി. ഇന്നത്തേക്ക് ഇത് മതി. ഇത്രയും ദിവസം ലക്ഷ്മി വരുമല്ലോ എന്ന ഉറപ്പുണ്ടായിരുന്നു. ഇനി അവൾ വരില്ല. ഞാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. മുൻപായിരുന്നേൽ സഞ്ജു ഒരു ഫോൺ കോളിനപ്പുറം ഉണ്ടല്ലോ എന്ന ധൈര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ധൈര്യം പേടിയായി മാറുന്നു. വേഗത്തിൽ നടന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നു. ഹൗസ് ഓണർ സിറ്റ് ഔട്ടിലെ ചെയറിൽ ഇരിപ്പുണ്ട്. അയാൾ എഴുന്നേറ്റു. അവൾ ചിരിച്ചു. വാടക ആൻറ്റിയുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ. ആ, അതൊക്കെ കിട്ടി. ഒരു വഷളൻ ചിരിയോടെ അയാൾ മീശ പിരിച്ചു വെച്ചു. ആ ചെക്കൻ എന്നെ കാണാൻ വന്നിരുന്നു. ആര്? നിത്യ സംശയത്തിൽ ചോദിച്ചു. സഞ്ജു. അവനുമായി കുട്ടി തെറ്റിപ്പിരിഞ്ഞോ? വാടക പേപ്പേഴ്സ് അവൻ്റെ പേരിൽ നിന്ന് മാറ്റണമെന്നും നീ ഇവിടെ ഒറ്റയ്ക്ക് എന്തോ പരിപാടി നടത്തുവാന്നും പറഞ്ഞു. നിത്യ ഞെട്ടിപ്പോയി. അയാൾ അടുത്തേക്ക് വന്നു. അത് പ്രശ്നമാക്കണ്ട. അവൻ്റെ കാര്യം ഞാൻ സോൾവ് ചെയ്യാം. പക്ഷേ തോളിലേക്ക് വെക്കാമെന്ന കയ്യെ അവൾ തട്ടിയെറിഞ്ഞു. കടക്കടോ പുറത്ത്. അയാൾ അവളെ രൂക്ഷമായി നോക്കി. ഇത് തൻ്റെ വീടാണ്. പക്ഷേ ഞാനാ അഡ്വാൻസ് തന്നത്. ആ കാശ് തൻ്റെ കയ്യിൽ കിടക്കുവാണ്. അതുകൊണ്ട് ഈ മാസത്തെ വാടക അതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി എൻ്റെ അക്കൗണ്ടിൽ നാളെ തന്നെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. നാളെ രാവിലെ ഞാൻ പോകും. എനിക്ക് തൻ്റെ വീട് വേണ്ട. അവൾ ബാഗിൽ നിന്ന് കീ എടുത്ത് വാതിൽ തുറന്നു. അകത്ത് കയറി വാതിലടച്ച് അതിൽ ചാരി നിന്നു. ദുഷ്ടൻ. ഈ വൃത്തികെട്ടവനെ നീയാണ് പറഞ്ഞു വിട്ടത് അല്ലേ? ഓഫീസിൽ വരുമല്ലോ. അവിടെ വെച്ച് നിനക്കുള്ളത് ഞാൻ തരും.